मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। ഇവന് വട്ടാണെന്നാ തോന്നുന്നത്. 2 ടയർ ഉള്ളപ്പോ ഇവൻ എന്തിനാ ഒറ്റ ടയറിൽ വണ്ടി ഓടിക്കുന്നേ? അതിനാണ് വീലിംഗ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും സുഹൃത്താ. നീ സുഹൃത്തല്ല, എല്ലാവരുടെയും ശത്രുവാണ്. നിനക്കറിയില്ലേ, റോഡിൽ ഇതുപോലെ സ്റ്റണ്ട് കാണിച്ചാ നിന്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ആപത്തിലാകും. സോറി, പുതിയ ബൈക്കല്ലേ, അതുകൊണ്ട് എക്സൈറ്റഡ് ആയി പോയി. കർത്തയുടെ എല്ലാവരുടെയും സുഹൃത്തിന്റെ. നിനക്ക് എവിടുന്ന് കിട്ടി ഇത്രയധികം കാശ്? ഞാനിപ്പോ പാർട്ട് ടൈം ആയിട്ട് ഡോക്ടർ ബാലുവിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നന്ദു ജോലി ചെയ്ത് പുതിയ ബൈക്ക് വാങ്ങിയിരിക്കുന്നു. എന്നാൽ നമ്മളിപ്പോഴും സ്കൂട്ടറിലാണ് വെക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്നാൽ എന്റെ ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് പോവാനുണ്ട്. അവൻ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. കൂട്ടുകാരെ, നമുക്കും പാർട്ട് ടൈം ജോലി ചെയ്യണം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ പോയി ജോലി നോക്കാം. സംശയമുണ്ടോ? ഈ നശിച്ച വണ്ടി വീണ്ടും ഓഫായി. വേഗം വാ, മോട്ടുവിന്റെ ഗാരേജിൽ കൊണ്ടുപോയി ഇതിനെ ശരിയാക്കാം. നീയൊക്കെ എന്ത് ജോലിയാടാ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോലി അറിയാത്ത വിഡ്ഢി കൂഷ്മാണ്ടങ്ങളെ. മോട്ടു ചേട്ടാ, സ്കൂട്ടർ വീണ്ടും സ്റ്റാർട്ട് ആകുന്നില്ല. ജോർദാർ ഉടൻ കാർ വാഷ് ചെയ്യണം. നീ ആ കാറിന്റെ ബോണറ്റ് തുറക്കാൻ നോക്ക്. നീ ആ ബൈക്കിന്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് വെക്കണം. 4 വിഡ്ഢികൾ ഉണ്ടെങ്കിലേ ഒരു കളിയും ജയിക്കാൻ കഴിയില്ല. ശരിയാ, ഞങ്ങള് 4 പേരുണ്ട്. മിണ്ടാതിരിക്കേ മോട്ടു ചേട്ടാ, ഇത് വേഗം ഒന്ന് റെഡിയാക്കി താ. നന്നാക്കാൻ 3 ദിവസമെങ്കിലും എടുക്കും. എന്റെ പൊന്നു ചേട്ടായി, സ്കൂട്ടർ നന്നാക്കാനാണ് പറഞ്ഞത്, അല്ലാതെ പുതിയത് ഉണ്ടാക്കാനല്ല. സംശയമുണ്ടോ? ഇവിടെ ജോലിക്കാരൊന്നുമില്ല. എല്ലാരും ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞു. ഇനി പുതിയ ജോലിക്കാരെ കണ്ടെത്തണം. മോട്ടു ബായ്, ഞങ്ങൾ ചെയ്യാം ജോലി. ഓക്കേ, നാളെ രാവിലെ തന്നെ നിങ്ങൾ ജോലിക്ക് കയറിക്കോ. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യണം. ചെയ്യേണ്ട ജോലി ഏത് തന്നെയായാലും നന്നായിട്ട് തന്നെ ചെയ്യണം. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ പറഞ്ഞത് ശരിയാ. എന്നാ പോപ്പൻ, നീ തുടങ്ങിക്കോ. എന്റെ അവച്ചേ, നന്നായി വരും. ഞാൻ നന്നായിട്ട് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സംശയമുണ്ടോ? അതെ, സാഷ്ടാംഗമായി ഞങ്ങൾ പ്രണാമം ചെയ്യാം. ഞങ്ങളെ ആശീർവദിക്കൂ, നമുക്ക് പണി തുടങ്ങാം. ശരി, ജോർദാർ ഉടൻ കാർ വാഷ് ചെയ്യണം. മണി, നീ ആ കാറിന്റെ ബോണറ്റ് തുറക്കാൻ നോക്ക്. അത് തുറക്കുന്നില്ല. ഹണി, നീ ആ ബൈക്കിന്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പൊ ഞാനോ? നീ പോയി എനിക്കൊരു ചായ ഉണ്ടാക്കിക്കൊണ്ടു വാ. ഓഹോ, ഇത് മുഴുവൻ അഴുക്ക് പിടിച്ചിരിക്കുകയാണല്ലോ. ഹണി, ഇങ്ങോട്ട് വാ, ഇത് തുറക്കുന്നില്ല. എന്റെ പൊന്നു ചേട്ടാ, എന്നോട് ക്ഷമിക്കേ. താങ്ക് യു ഹണി, താങ്ക് യു. എടാ, ഈ ടയർ ഒന്ന് ഊരിത്തടാ. നന്നായിട്ട് കുടുങ്ങി. എന്റെ ചേട്ടായി, 4-5 ദിവസം ഓട്. തടി കുറഞ്ഞു കഴിഞ്ഞാ ടയർ താനെ ഊരിപ്പോന്നോളൂ. കഴുതേ, അത്രയും ദിവസം ഈ ടയർ എന്റെ ദേഹത്തിരിക്കണോടാ. ഇതിങ്ങനെയൊന്നും വരികയില്ല, ഇതിനെ മുറിക്കേണ്ടി വരും. നിനക്കെന്താ വട്ടാണോ? ഇദ്ദേഹത്തിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് പിന്നെ ആരാ സാലറി തരിക? കഴുതേ, ചേട്ടനല്ലടാ,
ടയറാണ് കട്ട് ചെയ്യേണ്ടത്. സംശയമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്? വേഗം ഈ ടയർ കെട്ടി. പോയി പണിയെടുക്കടാ. കസ്റ്റമേഴ്സ് കാറും ബൈക്കുമായിട്ട് ഇപ്പൊ ഇങ്ങ് എത്താൻ തുടങ്ങും. ഇതെന്താ? കാർബറേറ്ററിന്റെ വല്ല പാർട്സും ആയിരിക്കും. ബണ്ണി ഈ വയർ ഘടിപ്പിക്കാൻ മറന്നു. സംശയമുണ്ടോ? സാറേ, നിങ്ങളുടെ വണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അണി പണി സാറിന് ട്രയലിന് കൂട്ടിക്കൊണ്ട് പോയിട്ട് വാ. ഇപ്പൊ കാർ റിവേഴ്സ് ഗിയറിലായി. ഈ കാറിനി ഒന്നിനും തന്നെ കൊള്ളില്ല. ഇതിപ്പോൾ റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ആലോചിച്ച് നോക്കണം സാർ. കാർ റിവേഴ്സിൽ ഓടിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ആക്സിഡന്റ് ഉണ്ടാവില്ല. നോ എൻട്രി ആണ്. അങ്ങേക്കല്ല സാർ, അങ്ങ് റിവേഴ്സിൽ നോ എൻട്രിയിലും കാർ ഓടിക്കാവുന്നതാണ്. നോ എൻട്രി ആണ്. ആ, ഇനി അങ്ങ് ഒരിക്കലും ട്രാഫിക്കിൽ കുടുങ്ങുകയില്ല. ആകാശത്തിന് ട്രാഫിക്കോ? ഈ മനുഷ്യന് നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. എന്നെ താഴെ ഇറക്ക്. പേടിക്കണ്ടെന്നേ, നമുക്ക് മുകളിലൂടെ പോവാ. അയ്യോ, ഞാൻ എങ്ങനെയാ വീട്ടിൽ പോന്നേ? ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇതുവഴി അങ്ങ് ഇറങ്ങി പോയാ മതി. അയ്യോ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങേണ്ട ആവശ്യവുമില്ലല്ലോ. അങ്ങ് ബൈക്ക് എടുത്തോണ്ട് അങ്ങയുടെ വീടിന്റെ അടുത്തുള്ള പോസ്റ്റിൽ നിർത്തി അവിടുന്ന് ഇറങ്ങി പോയാ മതി. എന്റെ വീട് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. എങ്ങനെ പോവാ? ചേട്ടന്മാരെ, നിങ്ങളുടെ സഹായം വേണം. ഒന്ന് വരൂ, കാറിനൊന്ന് പൊക്കി ഈ വശത്തേക്ക് ഒന്ന് മാറ്റി തരൂ പ്ലീസ്. കണ്ടോ, പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? ഇപ്പൊ റിവേഴ്സ് എടുത്ത് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ഇത് ഹോളിക്ക് അടിച്ച കളറല്ല, സോപ്പ് തേച്ചാ പോവാനായിട്ട്. സംശയമുണ്ടോ? മുഴുവൻ കാറും ചോപ്പാക്കിയാ മതി. പ്രീമിയർ കളർ കൊടുത്തു കഴിഞ്ഞാ ക്ലയന്റിന് ഭയങ്കര സന്തോഷമാവും. സംശയമുണ്ടോ? എന്താടാ ഇത്? കാറിന്റെ കളർന്ന് മാറ്റിയതാ. സംശയമുണ്ടോ? അടിപൊളി ചുമപ്പ് കാർ. മണ്ടന്മാരെ, കസ്റ്റമർ 10,000 രൂപ കൂടുതൽ തന്നിട്ടാ ഈ വൈറ്റ് കളർ അടിച്ചത്. എന്റെ കാർ ഇപ്പോൾ റിവേഴ്സിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുഡ്. നേരത്തെ നിങ്ങളുടെ കാർ റിവേഴ്സിൽ പോയില്ലായിരുന്നല്ലോ, ഇപ്പൊ റിവേഴ്സിൽ പോകുന്നുണ്ടല്ലോ. എടോ, റിവേഴ്സിൽ മാത്രമേ ഇപ്പൊ അത് പോകുന്നുള്ളൂ. ആണോ? എന്റെ ബൈക്ക് ആണെങ്കിൽ വൈദ്യുതി ലൈനിന്റെ മേളിലാണ്, അത് പറക്കുവാണ്. അതെയോ? എടാ മണ്ടന്മാരെ, എന്താണ് അതിന്റെയൊക്കെ അർത്ഥം?
ഇവരെന്തൊക്കെ ചെയ്തോ എന്തായാലും നന്നായി. കാരണം എന്റെ കാർ പാർക്ക് ചെയ്യാൻ ഇനി എനിക്ക് റിവേഴ്സ് ഗിയർ ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് പാർക്കിംഗ് ചാർജ് അടക്കേണ്ടി വന്നില്ല. ഇനി ഞാൻ ആ ബൈക്ക് പോളിലെ പാർക്ക് ചെയ്യൂ. പിന്നെ പറന്ന് പറന്ന് പെട്ടെന്ന് എത്തും. എന്റെ എല്ലാ കൂട്ടുകാരും അവരുടെ ബൈക്ക് പറക്കുന്നതാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഗാരേജിൽ വരുന്നതായിരിക്കും. എന്റെ കാറിൽ എന്തിനാ ചുവപ്പ് പെയിന്റ് അടിച്ചത്? എന്തായാലും കൊള്ളാം. എന്നാൽ എനിക്കിഷ്ടം എപ്പോഴും റെഡ് ആണ്. എന്നാൽ എനിക്കിഷ്ടം എപ്പോഴും വൈറ്റ് ആണ്. വൈറ്റിനേക്കാളും റെഡ് ആണ് നല്ലത്. ഒരു മിനിറ്റ്, പ്രശ്നം ഞാൻ തീർത്തേരാം. പാസഞ്ചർ സൈഡിലെ കാർ റെഡ് കളറാ, ഡ്രൈവറിന്റെ സൈഡിൽ വൈറ്റ് കളർ. സാറ് ഡ്രൈവറിന്റെ സൈഡിൽ ഇരുന്നാൽ വൈറ്റ് കാണാൻ പറ്റും. മേഡം മേഡത്തിന്റെ സൈഡിൽ ഇരുന്നാൽ റെഡ് കാണാൻ പറ്റും. ഇവൻ അടിപൊളി മെക്കാനിക് തന്നെയാ. ഇവനൊരു 500 രൂപ ടിപ്പ് കൊടുത്തേക്ക്. ഗ്രേറ്റ് ജോബ്. നിങ്ങളെ ഞാൻ പെർമനന്റ് ആക്കിയിരിക്കുന്നു.